ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ട് ബയോളജി എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യം നമുക്ക് പഠിച്ചാലോ? നോക്കിക്കേടാ, ഇവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വാട്ട് ഡസ് ദ ഫിഗർ ഇൻഡിക്കേറ്റ്? അതായത് ചിത്രം എന്തിനെ സൂചിപ്പിക്കുന്നു എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് എന്തിന്റെ ചിത്രമാണ്? നമ്മൾ ഓൾറെഡി പഠിച്ചതല്ലേ, ഇത് നമ്മുടെ ന്യൂക്ലിയോടൈഡ് ആണല്ലേ. ഇതെന്താണ്? ന്യൂക്ലിയോടൈഡ്. ബി ക്വസ്റ്റ്യൻ നോക്കിക്കേടാ, വിച്ച് ന്യൂക്ലിക് ആസിഡ് ഡസ് ഇറ്റ് ബിലോങ് ടു? വൈ? അതായത് ഇത് ഏത് ന്യൂക്ലിക് ആസിഡിന്റെ ഭാഗമാണ്, എന്തുകൊണ്ട്? അതെന്താ നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? നമ്മൾ ഇവിടെ നൈട്രജൻ ബേസ് നോക്കിയാ പോരെ? അല്ലടാ, ഇവിടെ കൊടുത്തിരിക്കുന്ന നൈട്രജൻ ബേസ് ഏതാ? ടി, തൈമിൻ ആണ് അല്ലെ. തൈമിൻ ഏത് ന്യൂക്ലിക് ആസിഡിലാണ് കാണപ്പെടുന്നത്? DNA-യിലല്ലേ കാണപ്പെടുന്നത്. കാരണം RNA-യിലുള്ളത് ആരാണ്? തൈമിന് പകരം യുറാസിൽ അല്ലടാ, യുറാസിൽ ആണല്ലേ. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്? തൈമിൻ ആണ്, ടി ആണ്. അപ്പൊ അത് നോക്കിയാൽ മതി നമുക്ക് ഏത് ന്യൂക്ലിക് ആസിഡ് ആണെന്ന് കണ്ടുപിടിക്കാനല്ലേ. അപ്പൊ ഏതാണ്? DNA എന്ന് പറയുന്ന ന്യൂക്ലിക് ആസിഡിലാണ് ഈ കൊടുത്തിരിക്കുന്ന ന്യൂക്ലിയോടൈഡ് കാണപ്പെടുന്നത്. അപ്പൊ മക്കളെ, ന്യൂക്ലിയോടൈഡിന്റെ ഘടന വളരെ ഇമ്പോർട്ടന്റ് ആണ്. ന്യൂക്ലിയോടൈഡിൽ പ്രധാനമായിട്ട് 3 ആൾക്കാരാണ് ഉള്ളതല്ലേ. ആരൊക്കെയുണ്ട്? ഒരു പഞ്ചസാര തന്മാത്ര, ഷുഗർ മോളിക്യൂൾ ഉണ്ട്, ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്? ഒരു നൈട്രജൻ ബേസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ DNA-യിൽ എത്ര തരം ന്യൂക്ലിയോടൈഡുകളാണ് ഉള്ളത് എന്ന് മറക്കാതെ കമന്റ് ചെയ്യാം.